അഖിൽ NRD നമുക്കറിയാം യൂട്യൂബിൽ കുറേയധികം കോമിക്സ് നിറഞ്ഞ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഖിൽ. പുള്ളിക്കാരൻ്റെ ഒരു സിനിമ പോലും ഇപ്പോൾ റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. ശരിക്കും ഞാനത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഞെട്ടി. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഭയങ്കര രീതിയിലൊക്കെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ തന്നെ ഇട്ടിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. രണ്ടുപേരും ചേർന്ന് തന്നെയാണ് വീഡിയോസ് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഗ്രാൻഡായിട്ട് അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് നടത്തിയ വിവാഹം തന്നെയായിരുന്നു. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഈ ഒരു തരത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോഴത്തേക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലോട്ടാണ് കാര്യം. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവവികാസങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഉള്ളതാണോ കള്ളമാണോ എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ചു. പക്ഷേ ഈ ചില വിവരങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ തന്നെ നോക്കുമ്പോഴത്തേക്കും തന്നെയും ഈ പറയുന്ന കാര്യം ഉള്ളതാണ് എന്ന തരത്തിൽ തന്നെയാണ് ബാക്കിയുള്ളവർ പറയുന്നത് തന്നെ. അതായത് ഇന്ന വ്യക്തിയോടൊപ്പം ഈ പുള്ളിക്കാരത്തി ഒളിച്ചോടി പോയി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് തന്നെ. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. ഒരാളെ വിവാഹം കഴിച്ചു, ആ ആളോടൊപ്പം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു പക്ഷം ഓക്കെ, ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ആ ബന്ധം അവസാനിപ്പിച്ച് പോകാൻ വേണമെങ്കിൽ. പക്ഷെ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി പോകുക എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന അഖിൽ എന്ന് പറയുന്ന വ്യക്തി അത്രമാത്രം എന്ത് തെറ്റാണ് ഈ പറയുന്ന രീതിയിൽ അഖിൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്തതെന്ന് അറിയത്തില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഒരു വീഡിയോ ഒരു 3-4 ദിവസം മുന്നേ അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാം വീഡിയോ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിനിടയിൽ എന്താണ് ഇത്ര വലിയ തോതിലുള്ള ഒരു സംഭവ വികാസം നടന്നത് എന്നാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. ഇടയിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ഈ പറയുന്ന മാതിരി എന്താ പറയുക, റിയൽ ലൈഫ് എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു സംഭവമാണ് ഇതെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് ഇത്രയും എന്താ പറയുക കടുങ്കയായിപ്പോയി എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ഇതുമില്ലാതെ ഈ പറയുന്ന രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ച് വേറൊരാളോടൊപ്പം ഒളിച്ചോടി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഡൈവേഴ്സായി പോകുന്നത് ഓക്കെ, സമ്മതിക്കാം. ഇത് കല്യാണം കഴിഞ്ഞു, ആ വ്യക്തിയെ നിർത്തിക്കൊണ്ട് മറ്റൊരാളോടൊപ്പം പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യം കേൾക്കുമ്പോഴത്തേക്കും ആ കല്യാണം കഴിച്ച ആ വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു ഇത് എത്രത്തോളമാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും. കുറേയധികം റൂമേഴ്സ് കേൾക്കുന്നുണ്ട് എന്താണ് ഏതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ വാർത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇങ്ങനൊരു കാര്യം അഖിൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത്. കാരണം നമുക്കറിയാം പുള്ളിയുടെ ഓരോ വീഡിയോസ് കുറേയധികം എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കുറേയധികം വീഡിയോസ്, പിന്നെ വെറുപ്പിക്കൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഇടക്കാലത്ത് വെച്ച് കുറേ പേരൊക്കെ ആ ഒരു തരത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും ഈ പറയുന്ന രീതിയിൽ പുള്ളിയും വൈഫും ചേർന്നുകൊണ്ടുള്ള വീഡിയോസ് കുറേയധികമൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇട്ടിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം, അതായത് ഈ പറയുന്ന രീതിയിൽ ഈ വ്യക്തി ഇട്ടിട്ട് മറ്റൊരാളോടൊപ്പം പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മനസ്സ്, പെണ്ണുങ്ങളുടെ ആ ഒരു മനസ്സ്, എല്ലാ പെണ്ണുങ്ങളും അല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു തരത്തിൽ ചിന്തിക്കുന്ന എന്തൊരു പ്രശ്നമോ എന്തൊരു കാര്യം ആയിക്കോട്ടെ അതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കാം. പക്ഷേ ആളെ നിർത്തിക്കൊണ്ട് മറ്റൊരാളോടൊപ്പം പോവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ ബന്ധം വേണ്ട എന്ന് ഉപേക്ഷിച്ച് ഡിവോഴ്സായിട്ട് പോകുന്നത് അത് മാന്യമായിട്ടുള്ള ഒരു രീതി എന്ന് പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൽ പരം ഒരു അത്രയ്ക്കും എന്താ പറയുക നിന്നതിപ്പോൾ ഉരുകി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്ത് തന്നെ ആയാലും എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഈ കേൾക്കുന്ന തരത്തിലാണ് കാര്യമെങ്കിൽ ആ ചെറുപ്പക്കാരന് ഇതൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. കാരണം നമ്മളെ വേണ്ടാന്ന് വെച്ച് ഒരാൾ പോവുകയാണെങ്കിൽ ഇതിൽ പിന്നെ ദുഃഖിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. വിധിച്ചിട്ടില്ലാത്ത കാര്യം പോട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കിയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടതെന്ന് പറയുന്നത്. ഇതുപോലുള്ള വ്യക്തികൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് പോയത് നല്ലതാണ് എന്നാണ് ഓർക്കേണ്ടതെന്ന് പറയുന്നത്.